ഒറ്റ നിലയിൽ തീർക്കപ്പെട്ട പല നിറങ്ങളിലുള്ള കുടകൾ തിരുവമ്പാടിയും പാറമേക്കാവും മാറി മാറി ഉയർത്തുകയാണ്. ഈ ദൃശ്യം കാണുന്നതിന് വേണ്ടി മാത്രം തൃശ്ശിവപ്പേരൂരിലേക്ക് ഒഴുകിയെത്തിയ പതിനായിരക്കണക്കിന് പൂരപ്രേമികളുടെ അകം നിറയ്ക്കുന്ന കാഴ്ച, തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും സവിശേഷമായ കാഴ്ച കുടമാറ്റമാണ് എന്ന് ഏകകണ്ഠമായി പറയുന്ന, ഒരേ സ്വരത്തിൽ പറയുന്ന എത്രയെത്ര പൂരപ്രേമികളാണ് ലോകമാകെ എന്നറിയാമോ പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ? കുടമാറ്റം കാണാൻ വേണ്ടി മാത്രം, തെക്കോട്ടിറക്കം കാണാൻ വേണ്ടി മാത്രം എല്ലാ വർഷവും മുടങ്ങാതെ തൃശ്ശിവപ്പേരൂരിലേക്ക് ഒഴുകിയെത്തുന്ന ഈ ജനക്കൂട്ടത്തെ കണ്ടുവോ? നേരത്തെ നമ്മൾ പറഞ്ഞു, മഠത്തിൽ വരവ് പഞ്ചവാദ്യമാണ് ഏറെ പ്രിയം ചിലർക്ക്, ഇലഞ്ഞിത്തറ മേളമാണ് അതിലേറെ പ്രിയം ചിലർക്ക്. എന്നാലോ അതിനേക്കാളൊക്കെ പ്രിയം കുടമാറ്റമാണ് എന്ന് പറയുന്ന പൂരപ്രേമികളുടെ, ലക്ഷക്കണക്കിന് പൂരപ്രേമികളുടെ അകം നിറച്ചുകൊണ്ട് ഇതാ തെക്കേ ഗോപുരനടയിൽ തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും കുടമാറ്റം തുടരുകയാണ്. തെക്കേ ഗോപുര നടയുടെ വിദൂര ദൃശ്യമാണ്. എന്തൊക്കെ വേദനകൾ ഉണ്ടെങ്കിലും ഇതാ ഈ പൂരത്തിനും ഞങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് വിളിച്ചു പറയുകയാണ് പല ദേശങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന പതിനായിരക്കണക്കിന് പൂരപ്രേമികൾ. അവരെ ആവേശത്തിലാക്കി പല നിറമുള്ള കുടകളിതാ വാനിലേക്ക് ഉയരുന്നു. പറമേക്കാവിൻ്റെ കുടകൾ, തിരുവമ്പാടിയുടെ കുടകൾ മാറി മാറി ഉയരുകയാണ്. ഒരു വർഷത്തെ പ്രയത്നമുണ്ട് ഓരോ കുടകൾക്ക് പിന്നിലെങ്കിലും. പല നിറമുള്ള കുടകൾ, പല നിലകളിലുള്ള കുടകൾ ഒരുക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല രൂപങ്ങളിലുള്ള കുടകൾ, കൃഷ്ണരൂപത്തിലുള്ള കുടകൾ, ദേവീ രൂപത്തിലുള്ള കുടകൾ എല്ലാം ഒരുക്കപ്പെട്ടിരിക്കുന്നു ഈ ഒരൊറ്റ നാളിലേക്ക് വേണ്ടി. എങ്കിൽ തന്നെയും ഈ 15 മിനിറ്റിൽ തങ്ങൾക്ക് ഇതെല്ലാം ഉയർത്താനാകില്ല, ഇതെല്ലാം നിങ്ങളെ കാണിക്കാനാകില്ല എന്ന നിരാശ തിരുവമ്പാടിക്കും പാറമേക്കാവിനും ഉണ്ടാകാമെങ്കിലും ഞങ്ങളിതാ ഈ വർഷം അത് ക്ഷമിച്ചിരിക്കുന്നു. കാരണം നമ്മുടെ ഏറെ പ്രിയപ്പെട്ട ചിലരൊക്കെ നമ്മെ വിട്ടു പോയല്ലോ. ആ ദുഃഖത്തോട് ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങളിതാ ഈ 15 മിനിറ്റ് മാത്രം നീണ്ടു നിൽക്കുന്ന കുടമാറ്റത്തെയും ഞങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കുകയാണ് എന്ന് ഈ നഗരത്തോട് ലോകം മുഴുവൻ ഉറക്കെ പറയുന്നു, നമ്മൾ പറയുന്നു. അതിനാൽ തന്നെ ഉയർത്തപ്പെടുന്ന അവ മഞ്ഞ നിറമുള്ള കുടകളാകട്ടെ, സ്വർണ്ണ നിറമുള്ള കുടയാകട്ടെ, നീലയോ വെള്ളയോ ചുവപ്പോ ആകട്ടെ, വിവിധ രൂപങ്ങൾ കൊത്തിവെച്ച, വിവിധ രൂപങ്ങൾ വരച്ചു വെച്ച, ഇപ്പോൾ ഇതാ പാറമേക്കാവ് ഉയർത്തിയതുപോലുള്ള കുടകൾ ആകട്ടെ, ഏതു കുടയും മനോഹരം എന്ന ലളിതമായ പൂരത്തിൻ്റെ സൗന്ദര്യ ശാസ്ത്രമാണ് കൂട്ടരെ ഇവിടെ വിജയിക്കുന്നത്. നിങ്ങൾ ഉയർത്തുന്ന പല അലങ്കാരങ്ങളോ പല കൊത്തുപണികളോ ഉള്ള കുടകളേക്കാൾ, പല നിലകളുള്ള കുടകളേക്കാൾ, LED കുടകളേക്കാൾ ഇതാ ഏതു കുടയും മനോഹരം എന്ന പൂരത്തിൻ്റെ ലളിതമായ സൗന്ദര്യ ശാസ്ത്രത്തെ ഞങ്ങളിതാ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. കാരണം ഈ കാഴ്ച ഞങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് നഗരമേ എന്ന് തൃശ്ശിവപ്പേരൂരിനോട്, ശ്രീമൂലസ്ഥാനത്തോട്, ശ്രീ വടക്കുംനാഥ സന്നിധിയോട്, തെക്കേ ഗോപുര നടയോട് ഞങ്ങൾ ഹൃദയത്തിൽ നിന്നും വിളിച്ചു പറയുകയാണ്. തിരുവമ്പാടിയും പാറമേക്കാവും മത്സരിച്ച് കുടകൾ ഉയർത്തുന്നു എന്ന് തന്നെ പറയാം. മത്സരത്തിനൊന്നും അത്ര കുറവില്ല എങ്കിൽ തന്നെയും ഞങ്ങളിതാ ആ ആചാരം ഇവിടെ പരിപാലിക്കപ്പെടുന്നു. ആ ആചാരം ഏത് വേദനയും ഞങ്ങൾക്കുള്ളിൽ ആ വിങ്ങലും വിതുമ്പലും ഉണ്ടെങ്കിലും കുടമാറ്റം എന്ന ആചാരം അതിൻ്റെ പൊലിമയോടുകൂടി തന്നെ സൂക്ഷിക്കാൻ, സംരക്ഷിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന് പറഞ്ഞുകൊണ്ട് 15 മിനിറ്റിലേക്ക് ഒതുക്കപ്പെട്ട കുടമാറ്റം ഇതാ ഏതു കുട
അവിടെയും മനോഹരം എന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച പൂരത്തിൻ്റെ ലളിതമായ സൗന്ദര്യ ശാസ്ത്രത്തെ ഉള്ളിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് തൃശ്ശൂർ നഗരത്തിൽ നിന്നുള്ള കാഴ്ച, തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും കുടമാറ്റം ഇതാ തെക്കേ ഗോപുരനടയിൽ ഒറ്റ കുടകളുടെ വസന്തം തീർത്തുകൊണ്ട്, ഒറ്റ നിറമുള്ള കുടകളുടെ വസന്തം തീർത്തുകൊണ്ട് തൃശ്ശൂരിൻ്റെ ആകാശത്തിന് കീഴിൽ സ്വർണ്ണ അലുക്കുകളും വെള്ളി അലുക്കുകളും തീർത്ത കുടകളുടെ മാരിവില്ലുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഇതാ കുടമാറ്റം തുടരുകയാണ് തെക്കേ ഗോപുരനടയിൽ. നീലയിൽ വെള്ളി അലുക്കുകളുള്ള കുടകൾ ഉയർത്തി പാറമേക്കാവ് വിഭാഗം ഇതാ കുടമാറ്റത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇരുവിഭാഗവും മത്സരിച്ചുയർത്തുന്നത് ഒറ്റ നിലയുള്ള കുടകൾ തന്നെയാണ് എന്നതാണ് ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച. വെള്ളി അലുക്കുകളോട് തീർക്കപ്പെട്ട എന്നാൽ ഒരേ നിറമുള്ള കുടകൾ തിരുവമ്പാടിയും ഉയർത്തിയിരിക്കുന്നു. മറുവശത്ത് പാറമേക്കാവും അതേ രീതിയിൽ തയ്യാറാക്കപ്പെട്ട കുടകൾ ഉയർത്തുന്നു. പല നിലകളാൽ തീർക്കപ്പെട്ട വിവിധ രൂപകൽപ്പനകളുള്ള കുടകളിലേക്ക് ഒരുപക്ഷെ കടക്കാൻ ഇക്കുറി സമയത്തിൻ്റെ പരിമിതിയുണ്ടാകാം. എങ്കിൽ തന്നെയും തങ്ങൾ തീർത്ത കുടകൾ പരമാവധി ഉയർത്തിക്കാണിക്കാനുള്ള ശ്രമം തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നാണ് കുടമാറ്റം കാണാൻ വേണ്ടി മാത്രം എത്തിച്ചേർന്ന പൂരപ്രേമികളുടെ പ്രതീക്ഷ. ഏറ്റവും കുറഞ്ഞ സമയം, ഏറ്റവും മികച്ച കുടകൾ പുറത്തെടുത്ത് പൂരപ്രേമികളെ ആവേശത്തിലാക്കാൻ തിരുവമ്പാടിയും പാറമേക്കാവും ഇപ്പോഴും മത്സരിക്കുന്നു എന്ന കാഴ്ചയാണ് പൂരനഗരിയിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്. തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും കുടമാറ്റം തെക്കേ ഗോപുരനടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ നിറങ്ങളിലുള്ള കുടകൾ, അപ്പോഴും ഒറ്റ നിലയുള്ള കുടകൾ, വെള്ളി അലുക്കുകളാൽ തീർക്കപ്പെട്ട കുടകൾ പൊക്കുവെയിലിൻ്റെ പൊൻപ്രഭയിൽ തൃശ്ശിവപ്പേരൂർ നഗരിയിൽ ഇതാ കുടമാറ്റം തുടർന്നുകൊണ്ടിരിക്കുന്നു. തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും 15 ഗജവീരന്മാർ ആണ് തെക്കേ ഗോപുരനടയിൽ അഭിമുഖമായി നേർക്കുനേർ നിലകൊള്ളുന്നത്. മഠത്തിൽ വരവ് പഞ്ചവാദ്യം പൂർത്തിയാക്കി തിരുവമ്പാടിയും ഇലഞ്ഞി